നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. തുലാം രാശിക്ക് ഈ നൂറ്റാണ്ടിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആയുസ്സിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങൾ വരികയാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഘനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യ ദിവസങ്ങൾ വരികയാണ്. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഡിസംബർ 6-ാം തീയതി രാവിലെ 7:10 AM തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ വ്യാഴം അനുകൂലമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 9 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതായത് ജനുവരി 14 മുമ്പുള്ള കാലം. അതായത് ശരിക്കും ഈ ഭാഗ്യങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. ജനുവരി 14 വരെയുള്ള കാലഘട്ടം, പ്രത്യേകിച്ച് ഡിസംബർ 16 മുതൽ ധനുമാസം അതായത് ഡിസംബർ 16 എന്ന് പറയുമ്പോൾ ധനുമാസം 1 അന്ന് മുതൽ ഏകദേശം ജനുവരി 14 വരെ അടുപ്പിച്ച് 30 ദിവസം അത്യധികം ഗുണാധിക്യമുള്ള ഘനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അപ്പോൾ അതുമൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഞാനത് പണമായിട്ട് ചോദിക്കുന്നില്ല, പകരം ദയവായി തുലാം രാശിക്കാർ മുഴുവൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനും ഒരു തുലാം രാശിക്കാരനാണ്, ചിത്തിര നക്ഷത്രം. പക്ഷേ കർക്കിടക ലഗ്നമാണ്. അപ്പോൾ കർക്കിടക രാശിയുടെ ഫലം കൂടി എനിക്ക് വരും. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു. ഇന്നും ചെറുതായിട്ട് ജലദോഷമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന ഇതാണ്, അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ദിവസം ഇന്നലെ 5-ാം തീയതി രാത്രി 10 മണി വരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രശ്നം ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൂടാതെ കർക്കിടക രാശിയുടെ ഫലം കൂടി എനിക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്നലെ ഇട്ട വീഡിയോയിലെല്ലാം ഞാൻ ടവലും ഒക്കെ ആയിട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം നമുക്ക് ഇപ്പോൾ ഇന്ന് 6-ാം തീയതി ആയപ്പോൾ നമുക്ക് ഏകദേശം 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ തുലാം മാസം 1-ാം തീയതി ആകുമ്പോൾ സൂര്യനും കൂടി അനുകൂലമായിട്ട് വരും. ധനുരാശിയിലായിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ വൃശ്ചിക മാസമാണ്. അപ്പോൾ വൃശ്ചികത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. അപ്പോൾ അത് വന്നിട്ട് 16-ാം തീയതി ഡിസംബർ 16-ാം തീയതി സൂര്യനും അനുകൂലമായിട്ട് വരും. അപ്പോൾ അന്നത്തെ അതായത് 16-ാം തീയതിത്തെ ദിവസങ്ങൾ ഞാൻ പറയാം. അപ്പോൾ സംഭവം ഈ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളത് ദയവായി എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ നിരവധി വീഡിയോ ഇടുന്നുണ്ട് തുലാം രാശിക്കാർക്ക് മാത്രമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഈ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ അത്
ദയവേത് ഫോൺ വിളിക്കരുത്, മിസ്ഡ് കാൾ ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം, 9847291363. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ധനുമാസം മുഴുവൻ ആ 30 ദിവസവും ഇടിവെട്ട് സൗഭാഗ്യമാണ്. അത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇനി ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഈ കാലഘട്ടം നമ്മൾ വളരെയധികം ബുദ്ധിപൂർവ്വം, വിവേകപൂർവ്വം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗിക്കണം. ഈ അവസരം ഉപയോഗിക്കണം. ഈ അവസരം നിങ്ങൾ കളഞ്ഞു കുടിക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഇതാണ്, ഇത് രാശിഫലമാണ്. ഓക്കെ, രാശിഫലമാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നിങ്ങളുടെ ലഗ്നം ഏതാണ് അത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ലഗ്നം എന്ന് പറയുന്നത് തുലാരാശിക്കാരാണെങ്കിലും ലഗ്നം വരുന്നത് കർക്കിടക ലഗ്നമാണ്. അപ്പോൾ ഞാൻ തുലാം രാശിയുടെ മാത്രമല്ല കർക്കിടക രാശിയുടെ ഫലവും കൂടി ശ്രദ്ധിക്കണം. കാരണം ഇത് രണ്ടും ഇടകലർന്നായിരിക്കും വരുന്നത്. എങ്കിലും തുലാം രാശിയുടെ ഫലമാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക. ഗ്രഹനിലയിൽ ഒരു ജ്യോത്സ്യനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അത് കണ്ടുപിടിക്കുക. അതുകൂടാതെ നിങ്ങളുടെ ഗ്രഹസ്ഥിതി, ഓക്കെ, ഗ്രഹങ്ങളുടെ നില അത് ഏതൊക്കെയാണ്, ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്യണം. അത് ഈ വലിയ പൂജകളൊന്നും ചെയ്യണമെന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ മഹാദശ ഏത്, നിങ്ങളുടെ അന്തർദശ ഏത്, അപ്പോൾ അതൊക്കെ ഇതെല്ലാം അനുകൂലമായിട്ട് വരുന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഇടിവെട്ട് സൗഭാഗ്യമായ നൂറ്റാണ്ടിലെ തന്നെ ഘനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കാവുള്ളൂ. പക്ഷേ പിന്നെയുമുണ്ട് കാര്യങ്ങൾ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സംഭവം വെളിച്ചം ചാനൽ വ്യക്തമായിട്ട് പറയുകയാണ്, ഇടിവെട്ട് സൗഭാഗ്യം വരുന്നു തുലാം രാശിക്ക്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, മഹാദശ, അന്തർദശ, ഗ്രഹങ്ങളുടെ സ്ഥിതി, പിന്നെ രാശിഫലമെല്ലാം ഒക്കെയാണ്. പിന്നെ ലഗ്നം കണ്ടുപിടിക്കുക. ഇതെല്ലാം നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് ഇതെല്ലാം മനസ്സിലാക്കുക, അതിനുള്ള പരിഹാരം ചെയ്യുക. അതുകൂടാതെ ഇതെല്ലാം ശരിയായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അല്ലാതെ ഗ്രഹങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ള മാത്രമല്ല. ഓക്കെ, അതായത് മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, പിന്നെ വ്രതാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം തന്നെ അനുഷ്ഠിച്ച് നമ്മുടെ ഭാഗം ക്ലിയറാക്കുക. അപ്പോൾ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്തുവാ, രാവിലെ ഒരു 8 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി, ആ ഭാരെ എന്നെ അങ്ങ് രക്ഷിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ച് പിന്നെ സിനിമയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ കയറും. ഇതൊക്കെയാണ് സാധാരണ മലയാളികൾ ചെയ്യുന്ന ഇതുപോലെ. ഇതല്ല ശാസ്ത്രീയമായിട്ടുള്ള പ്രാർത്ഥന. ഒരു കാര്യം മനസ്സിലാക്കാം, കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്, കോടിക്കണക്കിന് ആൾക്കാർ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പുറകിലാവരുത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി നേട്ടങ്ങൾ പെട്ടെന്ന് നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കൂടി, അതായത് മഹാദശയും അന്തർദശയും എല്ലാം ശരിയായാൽ തന്നെയും ഈ പറയുന്ന ഇനിയിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടാൻ സാധ്യതയില്ല. എന്തൊക്കെ കിട്ടുന്നത്? എന്തും കിട്ടും.
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ല. പൂർണ്ണമായിട്ട് ഒരാൾക്കും പൂർണ്ണമായിട്ട് ഈശ്വരൻ്റെ ആ വ്യക്തിത്വം, ഘനഗംഭീരമായ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ അതിനുള്ള ബൗദ്ധിക നിലവാരം നമുക്കില്ല. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ച സൃഷ്ടാവാണ് ഈശ്വരൻ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും കുറേ നക്ഷത്രങ്ങൾ, അതുമാത്രമല്ല, ഈ സൗരയൂഥം പോലും, നമ്മുടെ സൗരയൂഥം പോലും, സൂര്യനും അങ്ങ് പ്ലൂട്ടോ വരെയുള്ള എല്ലാ ഗ്രഹങ്ങളും ചേർന്നുള്ള സൗരയൂഥം പോലും ഗാലക്സി വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. ഓക്കെ, അതുകൂടാതെ എത്ര ഗാലക്സി ഉണ്ട് അറിയില്ല, ആർക്കും അറിയില്ല. 100, 200, 300 അറിയില്ല നമുക്ക്. ശാസ്ത്രത്തിന് അത് കണ്ടുപിടിക്കാൻ ഒക്കുമോ? അതിരുകൾ, ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ കണ്ടുപിടിക്കാൻ ഒക്കുമോ? നടക്കത്തില്ല. ഇതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല, ശാസ്ത്രത്തിന് ഒക്കത്തില്ല. വെറുതെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെറും കെട്ടുകഥകളായിട്ട് ശാസ്ത്രം പരിഹാസ്യമായതാണ് ആയ കാര്യമാണ് നമ്മൾ കാണുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ നമുക്കറിയില്ല, കണ്ടുപിടിക്കാൻ ഒക്കില്ല. ഇതിൻ്റെ ഉത്ഭവം എങ്ങനെ, അതും കണ്ടുപിടിക്കാൻ ഒക്കില്ല. കുറേ കഥകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രവും പറഞ്ഞിട്ടും പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ കെട്ടുകഥകളായിട്ട് പരിണമിച്ചിട്ടേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ അതിര് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കില്ല. ഇതിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കണ്ടുപിടിക്കാൻ എന്നത് പോട്ടെ, ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല ഈ പ്രപഞ്ചത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘനഗംഭീരമായ, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ഈശ്വരൻ, പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തിയുടെ, ഈശ്വരൻ്റെ മൂല്യം അളക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര വലിപ്പമുള്ള, ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച ഈശ്വരന് നിങ്ങൾക്കൊരു വീട് പണിഞ്ഞു തരാനാണോ പ്രയാസം? ഒരു ജോലി വാങ്ങിച്ചു തരാനാണോ പ്രയാസം? ഒരു വാഹനം, അല്ലെങ്കിൽ വിവാഹം? ഇതൊക്കെ നമുക്ക് വലിയ ഹെർക്കുലിയൻ ടാസ്കുകളാണ്, ശരിയാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, അതായത് ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഈശ്വരന് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നിസ്സാരമാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കുക, നിസ്സാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ സ്വപ്നം? ഒരു വീട്, പിന്നെ കടങ്ങളൊക്കെ തീരണം, പിന്നെ വിവാഹം നടക്കാൻ, ജോലി. ഇതൊക്കെ നമുക്ക് ഹെർക്കുലിയൻ ടാസ്കുകളാണ്. പക്ഷേ ഈശ്വരന് ഇതൊക്കെ നിസ്സാരമാണ്. ആ വാക്ക് ശ്രദ്ധിക്കുക, നിസ്സാരമാണ്. നമ്മൾ വീട് വെക്കും, ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വെക്കണമെങ്കിൽ ഇന്നിപ്പോൾ ഭൂമിയുടെ വില ഉൾപ്പെടെ ഏതാണ്ട് 75 ലക്ഷം രൂപ അറൗണ്ടാവും. ഓക്കെ, അതൊക്കെ നമുക്ക് ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ഈശ്വരന് അത് നിസ്സാരമായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വീട് ആണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അത് നിസ്സാരമായിട്ട് നടക്കുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം ഈശ്വരന് ഇതൊക്കെ നിസ്സാരമാണ്. അതല്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ എപ്പോഴും കുറുമ്പും കാണിച്ച് കുസൃതിയും കാണിച്ച് നടക്കുന്നത്. കാരണം ഈശ്വരനറിയാം, ഗുരുവായൂരപ്പനറിയാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് ഗുരുവായൂരപ്പന് സാധിച്ചു തരാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ഉണ്ണിക്കണ്ണൻ ആഹ്ലാദചിത്തനായിട്ട് നമ്മുടെ ഇടയിൽ കളിതമാശയും കുറുമ്പും കുസൃതിയും ഒക്കെ കാണിച്ച് നടക്കുന്നത്. അതെ, അതായത് നിങ്ങളുടെ സ്വപ്നം, വീട് അല്ലെങ്കിൽ ജോലി, അത് നിസ്സാരമായിട്ട് ഈശ്വരൻ സാധിച്ചു തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, സൗകര്യമുള്ളപ്പോഴൊക്കെ ഉണർന്ന്, സൗകര്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ച്, സൗകര്യമുള്ളപ്പോൾ അമ്പലത്തിലൊക്കെ പോയാലൊന്നും ഇത് നടക്കത്തില്ല. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എങ്ങനെ?
ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് എങ്ങനെ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും? നിങ്ങൾക്ക് മഹാദശയും അന്തർദശയും എല്ലാം മോശമാണെങ്കിൽ പോലും ഇതെല്ലാം സാധിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മഹാദശയും അന്തർദശയും ഒക്കെ ഏറ്റവും, അതായത് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ മഹാദശയിൽ കേതുവിൻ്റെ അപഹാരമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഇടിവെട്ട് സൗഭാഗ്യം നേടിയെടുക്കാൻ പറ്റും. അതിന് ചെറിയ പണിയൊന്നും പറ്റത്തില്ല. കഠിനവ്രതം എന്ന് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല നിങ്ങളെ. അങ്ങനെ ഒരു സംഭവമുണ്ട്, കഠിനവ്രതം. ഈ വ്രതത്തിൻ്റെ സംഭവം എന്താണ് ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. അതായത് ഈശ്വരൻ തരുന്ന സൗഭാഗ്യങ്ങളിൽ ചിലത് വേണ്ടെന്ന് നമ്മൾ വെക്കുന്നു. രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കുന്നു നമ്മൾ. വില കൂടിയ പുതിയ വസ്ത്രങ്ങൾക്ക് പകരം ഏറ്റവും പഴകിയ, നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച് വസ്ത്രഭാഗ്യം വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു. പുതുതായിട്ടൊരു, അതായത് ജനുവരി 14 ഉള്ളിൽ കഠിനവ്രതം എടുക്കാൻ തയ്യാറുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 1, പുതിയ വസ്ത്രം ഒരെണ്ണവും വാങ്ങരുത്. ഏറ്റവും ലേറ്റസ്റ്റ് വസ്ത്രങ്ങളും ധരിക്കരുത്. ഉള്ളതിൽ ഏറ്റവും പഴയ വസ്ത്രങ്ങൾ ധരിക്കുക. പാദരക്ഷ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ അയ്യോ ഇവർ വട്ടായിപ്പോയി, വെളിച്ചം ചാനൽ കണ്ട് ഇവർ വട്ടായിപ്പോയി എന്നൊക്കെ പറയും. അത്രത്തോളം നമുക്ക് വേണ്ട. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, തമിഴ്നാട്ടിലൊക്കെ ഓരോ ആൾക്കാർ ചെരുപ്പ് വരെ ഉപേക്ഷിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ഒക്കെയാണ് ശബരിമലയിൽ പോകുന്നത്. അവരുടെ വ്രതത്തിന് അത് മാത്രമല്ല, അവർ വാഹനവും ഉപേക്ഷിക്കും, നടന്നാണ് പോകുന്നത്. ചെരുപ്പില്ലാതെ, പാദരക്ഷയില്ലാതെ, ഫുട്വെയർ ഇല്ലാതെ അവർ നടന്നാണ് പോകുന്നത്, വാഹനം ഉപേക്ഷിക്കും. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടെന്ന് വെക്കുക. സിനിമ കാണരുത്, ടി വിയിലെ സീരിയൽ കാണരുത്, പാട്ട് കേൾക്കരുത്. കേട്ടാൽ ഭക്തിഗാനങ്ങൾ മാത്രം കേൾക്കുക. ഭക്ഷണം, രുചികരമായ ഭക്ഷണം മുഴുവൻ ഉപേക്ഷിക്കുക. ഓക്കെ, ഇറച്ചി മീനൊക്കെ ഉപേക്ഷിക്കുക. അത് മാത്രമല്ല, രുചികരമെന്ന് നമ്മൾ പറയുന്ന ആഹാരവും വേണ്ടെന്ന് വെക്കുക. പിന്നെ അതായത് ഒരു സന്യാസിയാവുക. കഠിനവ്രതമാണ്. അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ ബേസിക്കായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചിന്തകളിൽ അല്ലെങ്കിൽ വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഈശ്വരന് ഇഷ്ടപ്പെടാത്തതൊന്നും വരാൻ പാടില്ല. അതുപോലെ തീർച്ചയായിട്ടും സുഖം ഉപേക്ഷിക്കുക. അതായത് സെക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉപേക്ഷിക്കുക. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ വസ്ത്രം, ആഹാരം, പിന്നെ വാഹന സൗകര്യം, പാദരക്ഷ, ഇതൊക്കെ നമുക്ക് ഉള്ളതാണ്, ഈശ്വരൻ തരുന്നതാണ്. പക്ഷേ നമ്മൾ അത് വേണ്ടെന്ന് വെക്കുന്നു. മറിച്ച് നമുക്ക് വേണ്ടത് ഈശ്വരനോട് പറയുക, എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജോലി വേണം, എൻ്റെ കടങ്ങൾ തീരണം, എൻ്റെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം നടക്കണം. അതുപോലുള്ള ലക്ഷ്യങ്ങളിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. എനിക്ക് ഭഗവാൻ തരുന്ന രുചികരമായ ഭക്ഷണം എനിക്ക് വേണ്ട. തിളങ്ങുന്ന അടിപൊളി ഇടിവെട്ട് ഡ്രസ്സ്, ഇതുപോലുള്ള ഈ കാളംകുളം ഡിസൈനുള്ള ഷർട്ടൊന്നും വേണ്ട, വസ്ത്രം വേണ്ട. പഴയ വസ്ത്രങ്ങൾ ധരിച്ച്, അതുപോലെ തന്നെ
എൻ്റർടൈൻമെൻറ്റ്, വിനോദങ്ങളെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന നമ്മൾ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക. പകരം ഒരൊറ്റ ലക്ഷ്യം മാത്രം. നിങ്ങളുടെ സ്വപ്നം എന്താണ്? വീട്, വാഹനം, തൊഴിൽ, വിവാഹം, കടങ്ങൾ തീരുക. അതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം? അതെല്ലാം ഈശ്വരനോട് പറ. എനിക്ക് ഭഗവാൻ തരുന്ന ലൗകിക സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട, പകരം എനിക്ക് ഈ ലക്ഷ്യം നേടിത്തരാൻ ഈശ്വരൻ അനുഗ്രഹിക്കുക. പിന്നെ ഈ പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഞാൻ പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പ്രേക്ഷകർ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നേ പറ്റും, നിർബന്ധമാണത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 6-ാം തീയതി 7-ാം തീയതിയും ഡിസംബർ 6-ാം തീയതി 7-ാം തീയതിയും ബ്രഹ്മമുഹൂർത്തം വരുന്നത് രാവിലെ 5:01 AM മുതൽ 5:49 AM വരെയാണ്. ഓക്കെ, ഇത് നമ്മുടെ ദിനഫലങ്ങൾ വരുന്ന വീഡിയോയിൽ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ദിനഫലം ഇടാറുണ്ട്. അതിനകത്ത് എല്ലാ ദിവസത്തിൻ്റെയും ബ്രഹ്മമുഹൂർത്തം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം 5 മണി തൊട്ട് 5:45 വരെയാണ് ഈ ദിവസങ്ങളിൽ. അത് മാറുന്നത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും ദിനഫലങ്ങൾ ഇടുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ പറയാം. ഞാൻ രാവിലെ 5:13 ഞാൻ എല്ലാ ദിവസവും 5:13 പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥിക്കുന്നത് എന്താണ്? കോടിക്കണക്കിന് മന്ത്രങ്ങൾ. അതെല്ലാം കൂടെ നമുക്ക് ഒരു ജീവിതകാലം മുഴുക്കെ വിചാരിച്ചാലും ചൊല്ലി തീർക്കാവുന്നില്ല. അപ്പോൾ നമ്മൾ സെലക്ഷൻ വേണം. ഞാൻ രാവിലെ 5:13 പ്രാർത്ഥിക്കുന്നത് ഏതാണ്ട് 9 മൂലമന്ത്രങ്ങൾ മാത്രമാണ്. അത് 9 തവണ വീതം ചൊല്ലും. ഏകദേശം 4 മിനിറ്റ് എടുക്കുള്ളൂ. അതിനുശേഷം പല മന്ത്രങ്ങളൊക്കെ ചൊല്ലും. അതൊക്കെ പറയാം. അതിനേക്കാൾ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഇതാണ്. ഞാൻ ഈ 5:13 പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇന്ന് 5:13 നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാളെ രാവിലെ 5:13 ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ടാവും. അതാണ് ഈ കൃത്യം പ്രാർത്ഥിക്കുന്നത്. കൃത്യനിഷ്ഠ നിർബന്ധമാണ്. അതുപോലെ ക്ഷേത്ര ദർശനം. ഞാൻ ഏകദേശം രാവിലെ 6 മണിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള കൊല്ലം കളക്ടറേറ്റിനടുത്താണ് എൻ്റെ വീട്, അമ്മച്ചിവീട് ക്ഷേത്രത്തിനടുത്ത്. അപ്പോൾ ഗണപതി അമ്പലത്തിൽ 6 മണിക്ക് ഹാജരാണ്. ഗണപതി ഹോമം കാണും. അതിൻ്റെ ചൂടും പുകയും ഏൽക്കാത്ത ഒരു ദിവസവും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മറ്റ് സ്ഥലങ്ങളിൽ ദൂരയാത്ര പോകുമ്പോൾ അതൊന്നും നടക്കത്തില്ല. എങ്കിലും ഈ പറയുന്നതൊക്കെ അങ്ങനെ കൃത്യം ടൈമിങ് അറിയുക. എല്ലാത്തിനും നമ്മൾ കുളിക്കുന്നത്, ഉണരുന്നത്, ഉറങ്ങുന്നത്, ആഹാരം കഴിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ഈ 5:13 പ്രാർത്ഥന മാത്രമല്ല, വേറെയും പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ ഈ ഇത് സാധാരണ ഞാൻ ചൊല്ലുന്ന എല്ലാ ദിവസവും ചൊല്ലുന്ന 5:13 ചൊല്ലുന്ന ഇത് ഞാൻ പറയാം. ഓംകാരം ആദ്യം മിനിമം 3 കാണാം. ഓം ഗംഗണപതേ നമ, ഓം നമഃശിവായ. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള മന്ത്രങ്ങൾ തന്നെ. പക്ഷെ അത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചെങ്കിലേ ഈശ്വരൻ കേൾക്കത്തുള്ളൂ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതും എല്ലാ ദിവസവും ചൊല്ലുന്ന മന്ത്രങ്ങളാണ്. പക്ഷെ അത് ഷാർപ്പ് ടൈമിൽ ചൊല്ലണം. അത് മറ്റാരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പുതിയ ആൾക്കാരെല്ലാം കാര്യം മറ്റാരും പറയാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവം. എനിക്ക് 63 വയസ്സുണ്ട്. ഓക്കെ, ഈ 63 വയസ്സിൽ ഞാൻ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് ഞാൻ ഇതിനകത്തൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ള ഇതാണ്, നിങ്ങൾ കൂട്ടുകൂടുന്നെങ്കിൽ കിളവന്മാരുമായിട്ട്, എന്നെപ്പോലുള്ള കിളവന്മാരുമായിട്ട് കൂട്ടുകൂടുക. കാര്യം അവർക്കാണ് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് കൂട്ടുകൂടിയ ആ 25 വർഷത്തെ അതിൻ്റെ അനുഭവങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ. ഞാനെന്ന് പറയുമ്പോൾ 63 വയസ്സുള്ള, അപ്പോൾ വയസ്സായ ആൾക്കാർ ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും പറഞ്ഞു തരും. ഞാൻ പറയുന്നതെല്ലാം തന്നെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഓംകാരം, ഓം ഗംഗണപതേ നമ, ഓം നമഃശിവായ, ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ഘ്രൂം നമ പരായ ഗോപ്ത്രേ, ഓം വജത്ഭുവേ നമ, ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. ഇതൊക്കെ ആണ് ഞാൻ 9 തവണ വീതം ചൊല്ലുന്നത്, രാവിലെ 5:13. കൂടാതെ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം. ഓക്കെ, അത് സ്തോത്രം ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സമയം ഒക്കെ ലാഭിക്കാം. ഓക്കെ, പക്ഷെ അത് കടുകട്ടിയാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം, പിന്നെ ശ്യാമളാദണ്ഡകം. അതായത് ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം മുഴുവൻ നമ്മൾ മന്ത്രജപങ്ങളോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ക്ഷേത്രം തുറന്നിരിക്കുന്ന ഏകദേശം 5 മണി തൊട്ട് രാവിലെ 11 മണി വരെ, പിന്നെ വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 8 മണി വരെ. ഈ മണിക്കൂറുകളിൽ ഓം നമഃശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഇതൊക്കെ ചൊല്ലുക. പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 12 മണിക്കും ഒക്കെ ചൊല്ലാവുന്ന മന്ത്രമാണ് ശ്യാമളാദണ്ഡകം. കാളിദാസൻ്റെ ദേവീഗീതമാണ്. അതെപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയൊക്കെ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഇതാണ്. മാണിക്യ വീണ മുതലാളന്തി തുടങ്ങുന്ന ആ ശ്യാമളാദണ്ഡകം 27 തവണ ചൊല്ലണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വേണം. കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണ്ട. രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ. ഓക്കെ, ഈ ഡോക്ടർമാർ മരുന്ന് തരത്തില്ല, അതുപോലാണ് ജ്യോത്സ്യരായ ഞാൻ ഈ മന്ത്രങ്ങൾ കുറിച്ച് കൊടുക്കുന്നത്. ഓക്കെ, രാവിലെ ഉച്ചയ്ക്ക് സംഭവം ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏറ്റവും മിനിമം ചെയ്യുക, ഏറ്റവും മിനിമം. ബാക്കിയുള്ളത് നിരവധിയുണ്ട്, കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. ഇതിനേക്കാൾ പ്രാധാന്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതെല്ലാം ചൊല്ലിക്കോളൂ. ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ചൊല്ലാവുന്ന അത്രയും. അതായത് നമ്മൾ കർമ്മം അനുഷ്ഠിക്കുക. ഓക്കെ, കർമ്മം അനുഷ്ഠിക്കുക. അതിനോടൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പാത്രം കഴുകുമ്പോഴും നമുക്ക് ഓം നമഃ ശിവായ ചൊല്ലാം, അല്ലെങ്കിൽ ഓം നമോ നാരായണ ചൊല്ലാം. പിന്നെ ഓം നമോ നാരായണ എന്ന് ഫുൾ ചൊല്ലണമെന്നില്ല. ചിലർ പറയുന്നത് നാരായണ 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 ഇങ്ങനെ ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നോ അത്രത്തോളം അടുത്ത് നമ്മൾ ഈശ്വരൻ്റെ അടുത്തെത്തും. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഗുരുവായൂർ പോകാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഈ പറഞ്ഞതൊക്കെ ഗുരുവായൂരും നിങ്ങളിവിടെ കൊല്ലത്തുമാണെങ്കിൽ ഗുരുവായൂരപ്പൻ ഇഞ്ഞ് നേരിട്ട് വരണം അനുഗ്രഹം മേടിക്കാൻ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഗുരുവായൂർ പോയി താമസിക്കണമെന്നല്ല, മറിച്ച് മന്ത്രങ്ങളിലൂടെ, മന്ത്രജപങ്ങളിലൂടെ നമ്മൾ ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കുക.
അതായത് കൂടുതൽ നമ്മൾ നാട്ടുകാരുമായിട്ടൊന്നും ഇടപഴകാൻ പോകണ്ട. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമേ ചെയ്യത്തുള്ളൂ. ദോഷമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളാകും. പിന്നെ ക്ഷേത്ര ദർശനം കൃത്യം സമയത്തായിരിക്കണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് ദാനധർമാദികൾ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി സദ്യ നടത്തണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആഹാര സാധനം നമ്മൾ ഒരു ദിവസം സൗജന്യമായിട്ട് കൊടുക്കുക. ആർക്കായാലും കുഴപ്പമില്ല. അതിലൊരു ഭിക്ഷക്കാരൻ വരുമ്പോൾ 1 രൂപ നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക. 10 രൂപ ചില്ലറ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, ദാനധർമ്മം. പിന്നെ വസ്ത്രം കൊടുക്കാം. അങ്ങനെ ദാനം കൊടുക്കാവുന്നത് ആഹാരം മാത്രമല്ല, എന്തും കൊടുക്കാം. ഓക്കെ, കുറഞ്ഞ പക്ഷേ ഒരു നല്ല വാക്ക് പറയാം, അതും ദാനത്തിൻ്റെ കൂട്ടത്തിലാണ് പെടുന്നത്. ഒന്ന് പുഞ്ചിരിക്കാം. ഓക്കെ, നിങ്ങളെ ഒരാൾ കുത്തുവാക്ക് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പോകണ്ട. പകരം ഒരു പുഞ്ചിരി സമ്മാനിച്ച് പറ്റുമെങ്കിൽ ഓം നമഃ ശിവായ എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ കാര്യമേ ഉള്ളൂ. കാര്യം അതൊന്നും യാതൊരു മൂല്യമുള്ളതല്ല. ഓക്കെ, അത് അവർക്ക് അതിനുള്ള മറുപടി ഈശ്വരൻ തന്നെയായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി. നമ്മൾ ഒരു ദുശ്ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല, ചിന്തിക്കരുത്. അതുപോലെ തന്നെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാം. ഏറ്റവും മിനിമം പറ്റുമ്പോഴൊക്കെ ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചിന്തിക്കാനും പാടില്ല. പിന്നെ ഈ പറഞ്ഞ കഠിനവ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് അന്തർദശയും മഹാദശയും ഒക്കെ അനുകൂലമായാൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഡേറ്റുകൾ പറയാം. ഓക്കെ, 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ: 2025 ഡിസംബർ 16, 17, 20, 21, 22, 27, 28, 29, 30. ഇത് കൂടാതെ 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ 7 ഗ്രഹങ്ങൾ വരുന്ന ഭാഗ്യമായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നൂറ്റാണ്ടിലെ അത്ഭുതമാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഈ ആയുസ്സിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ്. ഇതിലും ഗംഭീരമായ ദിവസങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഏതാണ്ട് ഡിസംബർ 5-ാം തീയതി വൈകിട്ട് 5:26 PM മുതൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ബുധനാഴ്ച, അതായത് ഇന്ന് ഡിസംബർ 6-ാം തീയതി ബുധനാഴ്ച അല്ല, ബുധൻ മാറുന്നത് 6-ാം തീയതി ഇന്ന് 8:46 PM മാറുന്നു അനുകൂലമായിട്ട്. ചൊവ്വ 7-ാം തീയതി 8:19 PM മാറുന്നു. ഓക്കെ, കൂടാതെ ഡിസംബർ 16-ന് സൂര്യനും അനുകൂലമാകും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ ബുധൻ 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി അനുകൂലമല്ലാതാവുന്നു. ഓക്കെ, അതിനുശേഷവും 8 ഗ്രഹങ്ങളും 7 ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളുണ്ട് ജനുവരി 14 വരെ. അപ്പോൾ ധനുമാസം, ഈ വരുന്ന ധനുമാസം തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് മാത്രമായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. ഈ ഗ്രഹനില കാണുമ്പോൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത്.
അപ്പോൾ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ വ്രതം നമ്മൾ പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യം ഈ ഒരു അവസരം കളഞ്ഞു കുളിച്ചാൽ ഇനിയും നമുക്ക് വേറൊരു ഇത് കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് ലോട്ടറി അടിക്കാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ലോട്ടറിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. വീട്, വാഹനം, കടങ്ങൾ തീർക്കുക, അതുപോലെ തന്നെ ജോലി നേടുക, വിവാഹം, അതോടൊപ്പം തന്നെ ലോട്ടറിയും നമുക്ക് കൂട്ടാം. അപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം നേടാൻ പറ്റും ഈ ദിവസങ്ങളിൽ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അസാമാന്യമാണ്. നമുക്ക് ഈശ്വരൻ്റെ കൃപ, അനുഗ്രഹം നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. അല്ലാതെ കൊണ്ടുപോയി കുറേ തിരുവാതിമാർക്ക് പണവും കൊടുത്ത് അവരെ കൊണ്ട് പൂജ ചെയ്യിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നല്ല. അതൊരു 2-3 മാസമൊക്കെ നിലനിൽക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. അതായത് ജനനം മുതൽ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അതാണ് സംഭവം. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരാൾ കമൻറ്റ് ബോക്സിൽ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതായത് അയാൾ ഒരു ദിവസം രാവിലെ, ഞാൻ പറയുന്നത് കേട്ടിട്ട്, രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ ബ്രഹ്മമുഹൂർത്തം ഒന്ന് കേൾക്കുന്ന പോലും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് പോയി ലോട്ടറി എടുത്തു. ഒരു ദിവസം അത് ലോട്ടറി അടിച്ചില്ല. എന്നിട്ട് എന്നെ ചീത്ത വിളിക്കുക. അതായത് നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പോയി ലോട്ടറി എടുത്തിട്ട് ലോട്ടറി അടിച്ചില്ലെന്ന്. ഒരു ദിവസമാണ് അയാൾ പ്രാർത്ഥിച്ചത്. അതൊന്നും പോരാ. നമ്മുടെ ജനിച്ചന്ന് മുതൽ മരിക്കുന്ന ആ നിമിഷം വരെ നമ്മൾ ഈശ്വര പ്രാർത്ഥന തുടർന്നേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, കർമ്മങ്ങളെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം നേടാൻ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ. അല്ലാതെ ഒരു ദിവസം കുളിച്ച് പ്രാർത്ഥിച്ചതും ലോട്ടറി അടിക്കത്തില്ല, വീടും കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല. ഇതെല്ലാം പാലിച്ചേ ഒക്കത്തുള്ളൂ. നിസ്സാരമായ വ്യക്തിത്വമല്ല ഈശ്വരനുള്ളത്. നമുക്ക് പറ്റിക്കാനൊന്നും ഒക്കത്തില്ല. നമ്മുടെ കള്ളത്തിനൊക്കെ കള്ളകൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ കണ്ടുപിടിക്കും. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഒരാൾ പോലും വെറുതെ കളയരുത്. നിർബന്ധമായിട്ടും പറ്റുമെങ്കിൽ കഠിന വ്രതമൊക്കെ അനുഷ്ഠിച്ച് നമുക്ക് പോവാം. ഞാനെന്തായാലും ജനുവരി 14 വരെ വ്രതത്തിലാണ്. കഠിനവ്രതം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും കഠിനവ്രതത്തോട് അടുക്കുന്ന തരത്തിൽ ഞാനും വ്രതം എടുക്കുകയാണ്. അതിപ്പോൾ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും തുടരുകയാണ്. അത് ജനുവരി 14 വരെ ഏറ്റവും കൂടുതൽ ഈശ്വരനെ വിളിക്കാനാണ് എൻ്റെ തീരുമാനം. നിങ്ങൾക്കും കൂടാം. ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് 4 നടത്തുന്നുണ്ട്. 4 അല്ല 5. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് വേറൊരു ഗ്രൂപ്പും കൂടെ തുടങ്ങി. അപ്പോൾ 5 വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്തൊക്കെ ഞാനുമായിട്ട് സൗഹൃദം പങ്കിട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാം, സംശയങ്ങൾക്കൊക്കെ ഉത്തരം പറയാം. എന്തായാലും തുലാം രാശിക്കാർക്ക് ഘനഗംഭീരമായ ഇടിവെട്ട സൗഭാഗ്യം വരുന്ന ഏകദേശം 30 ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ആ ദിവസങ്ങൾ പരമാവധി നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ആ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. പറ്റുമെങ്കിൽ എന്നോടൊപ്പം കൂടാം. 63 വയസ്സുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
എല്ലാവർക്കും നമസ്കാരം. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ എല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നമസ്കാരം. ശുഭദിനം.